Good morning all. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതായിരുന്നു ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ ആയിരുന്നു അല്ലേ. ആദ്യം നമ്മൾ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ വെൽ പറഞ്ഞു, പിന്നെ അല്ലെങ്കിൽ വൺ ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയും. പിന്നെ നമ്മൾ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് അല്ലെങ്കിൽ ടണൽ എഫക്റ്റ് എന്നൊക്കെ ഇതിനെ പറയാം. അപ്പോൾ ഇപ്പൊ ഞാൻ ടൈറ്റിൽ ചെയ്തിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്നാണ്. അതിന്റെ കൂടെ ഒരു ടൈറ്റിലും കൂടെ ചെയ്താൽ അതായത് സ്ലാഷ് ഇട്ടിട്ട് ടണൽ എഫക്ട് എന്ന്, അതുപോലെ വേറൊന്നും ചെയ്താൽ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ. ഇത് എങ്ങനെ ചോദിക്കാം, അതുകൊണ്ടാണ് ഞാൻ 3 എഴുതണം എന്ന് പറയുന്നത്. എക്സാമിന് ചിലപ്പോൾ നിങ്ങളോട് എസ് ആയിട്ട് ചിലപ്പം ഡിസ്കസ് ടണൽ എഫക്ട് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദി ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫൈൻഡ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എഫക്ട് അങ്ങനെ ചോദിക്കാം. അപ്പൊ ഏത് രീതിയിലും ക്വസ്റ്റ്യൻ വരാം, അതുകൊണ്ട് അത് 3 എഴുതും കേട്ടോ. ഇങ്ങനെയാണ് ഇപ്പൊ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നൊരു ഇൻഫിനിറ്റ് വെല്ലായിരുന്നു അല്ലെ, രണ്ട് സൈഡിലും ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ, ഒരു ആഴത്തിലുള്ള വെല്ല് അല്ലെ, അങ്ങനെയായിരുന്നു. അതിനകത്ത് ട്രാപ്പ് ചെയ്ത പാർട്ടിക്കിൾ, അതാണ് വൺ ഡയമെൻഷണൽ ബോക്സ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞത്. രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, പിന്നെ ഈ ഒരു ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ല് അല്ലെ, ഒരു ചെറിയ ഹൈറ്റ് ഉള്ള ഇങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ വെല്ല്, അതിനകത്ത് ഒരു പാർട്ടിക്കിൾ ട്രാപ്പ് ചെയ്താൽ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും പാർട്ടിക്കിളിനെ കാണാനുള്ള ചെറിയൊരു പ്രോബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞത്. ഇനി ഉള്ളത് സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ ആണ് അല്ലെ. അത് നമുക്ക് എങ്ങനെ പറയാം, ഏകദേശം ഇങ്ങനെ വരും അല്ലെ. ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതിന്റെ മുന്നിൽ ഒരു ബാരിയർ ഉണ്ട് അല്ലെ, ഒരു തടസ്സം എന്ന് പറയാം അല്ലെ. ഇതിന്റെ ഹൈറ്റ്, ഈ പൊട്ടൻഷ്യലിന്റെ ഹൈറ്റ് V ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് പൊട്ടൻഷ്യൽ ബാരിയർ അല്ലെ. ഇവിടെയാണ് പാർട്ടിക്കിൾ ഉള്ളത്, ഇവിടെയാണ് പാർട്ടിക്കിൾ ഉള്ളത്. ഈ പാർട്ടിക്കിളിന്റെ എനർജി ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ലെസ് ദാൻ V. ഓക്കെ, ഈ പാർട്ടിക്കിളിന്റെ എനർജി ഈ V എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജിയെക്കാളും കുറവാണ്. അതുകൊണ്ട് ഈ പാർട്ടിക്കിളിന് ഇത് ചാടി കയറി അങ്ങോട്ട് പോകാൻ കഴിയില്ല കേട്ടോ, ഈ ലെസ് ദാൻ V. ഓക്കെ, അപ്പം ഇവിടെ ഇതാണ് V പൊട്ടൻഷ്യൽ. ഇനി ഇതൊരു 0 to L വിഡ്ത്ത് ഉണ്ട് കരുതുക. ഓക്കെ, 0 ആണ് ഇതിന്റെ സ്റ്റാർട്ടിങ്, L വിഡ്ത്ത് ഉള്ള ഒരു ബോക്സ് ആണ് കരുതുക, അല്ല ഒരു ബാരിയർ ആണ് കരുതുക. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഇവിടെ 3 റീജിയൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3. ഓക്കെ, റീജിയൻ 1ന്റെയും റീജിയൻ 3ന്റെയും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ്. ഇത് രണ്ടും ഒരുപോലെയുള്ള മീഡിയം ആണ്. ഇത് ബാരിയർ ആണ്, അപ്പൊ അതിന് വേറൊരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ആണുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു അല്ലെ, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇതിന്റെ എനർജി വീണ്ടും അത്രയും ഇല്ല. ഈ പാർട്ടിക്കിൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങോട്ട് ചാടാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത് നമ്മുടെ മുന്നിൽ ഒരു വലിയ മതിലുണ്ട്, അതുപോലെ ഇമാജിൻ ചെയ്താൽ മതി. ആ മതിൽ കയറി നമുക്ക് അങ്ങോട്ട് അപ്പുറത്തേക്ക് ചാടാൻ കഴിയില്ല. ഏകദേശം അതുപോലെ ഇമാജിൻ ചെയ്താൽ മതി, അങ്ങനെയാണ് അസ്യൂം ചെയ്യാൻ എളുപ്പം. പക്ഷെ ഈ പാർട്ടിക്കിൾ ഇതിലെ ടണൽ ചെയ്ത് അപ്പുറത്ത് എത്തുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ 3 റീജിയൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 3 റീജിയൻ ഉള്ള വേവ് ഫംഗ്ഷൻസ് കാണാൻ ആദ്യം അല്ലെ. അപ്പം ആദ്യം റീജിയൻ 1. ഓക്കെ, റീജിയൻ 1 നോക്കുക, ഇവിടെയാണ് പാർട്ടിക്കിൾ അല്ലെ. ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താണ്, 0 ആണ് അല്ലെ, V = 0 ആണ് അല്ലെ. ഈ ബാരിയർ അല്ലെ, ഇതല്ലേ, ഇതിന്റെ ഹൈറ്റ് V ആണ്, ഇവിടെ പൊട്ടൻഷ്യൽ എന്താണ്, 0 ആണ്. അതുപോലെ ഇവിടെയും പൊട്ടൻഷ്യൽ എന്താണ്, 0 ആണ് അല്ലെ. എന്താണ് സ്ക്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത്, d² ψ1 പറയാം അല്ലെ, ബൈ dx² പ്ലസ് 2m ബൈ h² ഇൻറ്റു e മൈനസ് v ψ1 = 0 എന്ന് പറയാം അല്ലെ. ഇനി ഇതിനകത്ത് V 0 ആണ് അല്ലെ. V എന്ന് പറഞ്ഞ വേണ്ടിട്ട് എന്താണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ അല്ലെ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്താണ്, 0 ആണ് അല്ലെ. അതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് E മൈനസ് V എന്താകും, 0 അല്ലെ. അപ്പൊ എന്താവും 2m e by h² ഇൻറ്റു ψ1 = 0 എന്ന് കൊടുക്കാം അല്ലെ. ഇനി നമ്മൾ ചെയ്ത് ഓർമ്മ ഉണ്ടോ, d/dx പകരം d കൊടുത്തു. അപ്പൊ എന്താവും d² ψ1 പ്ലസ് 2m e by h² പകരം k1² കൊടുത്തു അല്ലെ, k1² ψ1 = 0 ആയി. ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തതാണ് അല്ലെ. അപ്പൊ ഇനി നമ്മൾ വീണ്ടും ചെയ്യില്ല. എന്തൊക്കെ ചെയ്ത, d/dx പകരം ക്യാപിറ്റൽ D കൊടുത്തു, 2m e by h² പകരം k1² കൊടുത്തു അല്ലെ. ഇനി ഇതിനകത്ത് എന്താവും d² പ്ലസ് k1² ഇൻറ്റു ψ1 = 0 എന്ന് എഴുതാം.
അല്ലെങ്കിൽ ഡി സ്ക്വയർ പ്ലസ് k1 സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് k1 സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് k1 സ്ക്വയർ എന്നായി കഴിഞ്ഞാൽ പിന്നെന്താണ്, നമുക്കിതിന് സൊല്യൂഷൻ എഴുതാം അല്ലെ. അതായത് ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് ആണ് അല്ലെ. ഒരു റൂട്ട് എന്താണ് ഇവിടെ നമുക്ക് എഴുതാം, ഡിസ്റ്റിങ്ക്ട് റിയൽ ഇമാജിനറി അല്ലെ. ഡി ഈക്വൽ ടു റൂട്ട് k1 സ്ക്വയർ എന്ന് വരും. അപ്പം പ്ലസ് ഓർ മൈനസ് ik1 എന്ന് വരും അല്ലെ. ഇവിടെ ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് k1 സ്ക്വയർ. അപ്പൊ ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് k1 സ്ക്വയർ. റൂട്ട് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇമാജിനറി നമ്പർ വരും. പ്ലസ് ഓർ മൈനസ് ik1 എന്ന് വരും അല്ലെ. പ്ലസ് ഓർ മൈനസ് ik1 ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? ജനറൽ സൊല്യൂഷൻ ഫോർ psi1 വിൽ ബി എന്താണ് വരിക? psi1 വിൽ ബി a e raised to ik1x plus b e raised to minus ik1x അല്ലെ. a e raised to ik1x plus b e raised to minus ik1x എന്ന് എഴുതാം. ഇങ്ങനെ ആണ് സൊല്യൂഷൻ വരുന്നത്. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ ഉണ്ട്. ഇത് സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ ആണ് അല്ലെ. ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഈ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ ആണ് നമ്മൾ പറയുന്നത് അല്ലെ. ആ പാർട്ടിക്കിൾ ഇങ്ങനെ വരും അല്ലെ. അതിങ്ങനെ വന്നിട്ട് ഒരു പക്ഷേ ഇവിടെ മുട്ടിയിട്ട് അത് തിരിച്ചു പോയേക്കാം അല്ലെ. അപ്പൊ ഇവിടെ രണ്ട് സാധ്യതയുണ്ട്, രണ്ട് തരം വേവ് ഫംഗ്ഷൻ ഉണ്ടാവും. ഒന്ന് ഇങ്ങോട്ട് വരുന്ന പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് പാർട്ടിക്കിൾ, ഒന്ന് അത് മുട്ടിയിട്ട് തിരിച്ചു പോകുന്നത്, അപ്പം റിഫ്ലക്റ്റഡ് പാർട്ടിക്കിൾ അല്ലെ. അല്ലെങ്കിൽ വേവ് ടേംസിൽ പറയുകയെന്ന് വെച്ചാൽ there will be an incident wave and a reflected wave അല്ലെ. ഇനി നമ്മള് നേരത്തെ കേസിൽ നമ്മൾ ഇതുപോലെ കിട്ടിയിട്ട് എന്താ ചെയ്തേ? ഐ തിങ്ക് ഇറ്റ്സ് ഫ്രം ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ അല്ലെ. അങ്ങനെ ചെയ്തപ്പോ നമ്മള് പിന്നെ എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഒരു ടേം ഒഴിവാക്കിയിരുന്നു. ഇവിടെ ശരിക്കും ഒഴിവാക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താണ്, ഈ പാർട്ടിക്കിളിന് രണ്ട് തരം വേവ്സ് ഉണ്ട്. ഒന്ന് ഇൻസിഡന്റ് വേവും ഒന്ന് റിഫ്ലക്റ്റഡ് വേവ്. ഇവിടെ മുട്ടിയിട്ട് തിരിച്ചു വരാം അല്ലെ. ഇനി നോക്കാം, ഇൻസിഡന്റ് വേവ് എങ്ങനെ വരുന്നേ? ഇങ്ങനെ വരുന്നേ അല്ലെ. ഇൻസിഡന്റ് വേവ് ഇങ്ങനെ വരുന്നേ. അതിന് ഞാൻ ഇതിനെ മൊത്തത്തിൽ സൈ ഇൻസിഡന്റ് എന്ന് വിളിച്ചു. ഇതിന് സൈ ഇൻസിഡന്റ് പ്ലസ് എന്ന് വിളിച്ചു അല്ലെ. സൈ ഐ പ്ലസ്, പോസിറ്റീവ് ഡയറക്ഷനിൽ ഇൻസിഡന്റ് ചെയ്ത് വരുന്നതിനെ സൈ ഐ പ്ലസ് എന്ന് വിളിച്ചു അല്ലെ. അതുപോലെ ഇവിടെ തട്ടി തിരിച്ചു പോകുന്നൊരു ഉണ്ട് ഇങ്ങനെ. ഇതെന്താണ്? സൈ ഐ അല്ലെ, സൈ റിഫ്ലക്റ്റഡ് എന്ന് എഴുതാം അല്ലെ. സൈ ആർ എന്ന് എഴുതാം അല്ലെ, അല്ലെങ്കിൽ സൈ ഐ മൈനസ് എന്ന് എഴുതാം. ഓക്കെ, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാനിവിടെ ടെക്സ്റ്റത്തെ കൺവെൻഷൻ തന്നെ ഉപയോഗിക്കുകയാണ്. സൈ ഐ പ്ലസും സൈ ഐ മൈനസും എടുത്തിട്ടില്ല. സൈ ഐ പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡയറക്ഷനിൽ വരുന്ന വേവ്, സൈ ഐ മൈനസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡയറക്ഷനിൽ വരുന്ന വേവ്. ഓക്കെ, ഇനി സൈ ഐ പ്ലസ് ഈ വേവ് എവിടുന്ന വരുന്നത്? ഇൻസിഡന്റ് വേവ് ഇവിടുന്ന് പറയാൻ കിട്ടുന്നത് അല്ലെ, അവിടുന്ന് വരുന്നത്. അതേതാ ഡയറക്ഷൻ? മൈനസ് ഇൻഫിനിറ്റി അല്ലെ. അപ്പൊ മൈനസ് ഇൻഫിനിറ്റി എന്ന് വരുമ്പോൾ അവിടെ വേവ് ഫംഗ്ഷൻ എന്താണ്? 0 ആണ്. അപ്പൊ ഇതെന്താണ്? ഇത് ഇൻസിഡന്റ് വേവ് ആണ് അല്ലെ. സൈ ഐ പ്ലസ് ഈക്വൽ ടു എ ഇ റൈസ് ടു ഐ k1x. ഈ വേവ് പോസിറ്റീവ് എക്സിലല്ലേ പോകുന്നത്? എ റൈസ് ടു ഐ k1x അല്ലേ, മൈനസ് എക്സ് അല്ലല്ലോ, പോസിറ്റീവ് ഡയറക്ഷനില്ല. ഇനി എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആയതോ, അതായത് വെൻ എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി സൈ ഇൻസിഡന്റ് പ്ലസ് ഈക്വൽ ടു 0 എന്നോ, അപ്പൊ അത് വാലിഡ് വേവ് ഫംഗ്ഷൻ ആണ് അല്ലെ. വെൻ എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി വേവ് ഫംഗ്ഷൻ ടു ടെൻസ് ടു 0 എന്നാണല്ലോ, അത് ഓക്കെയാണ് അല്ലെ. ഇനി അതുപോലെ ഇത് സൈ ഇൻസിഡന്റ് മൈനസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് വേവ് ആയിട്ട് നമുക്ക് എന്തിനാ പറയാം? ബി ഇ റൈസ് ടു മൈനസ് ഐ k1x എന്ന് പറയാം. എന്തുകൊണ്ടാ? റിഫ്ലക്റ്റഡ് വേവ് പോകുന്നത് ഇങ്ങോട്ടാ അല്ലെ, ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. അതിന് എവിടുന്നാ വരുന്നേ? പോസിറ്റീവ് അല്ലെ, പ്ലസ് ഇൻഫിനിറ്റി. ഇത് കുറെ അങ്ങോട്ട് പോയാൽ ഇവിടെ പ്ലസ് ഇൻഫിനിറ്റി ആവില്ലേ. അപ്പം ആസ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി, ഇവിടെ എക്സിന് വരും പ്ലസ് ഇൻഫിനിറ്റി കിട്ടുന്നുണ്ടാവും, ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി അതെന്താവും? 0 ആയി പോകും അല്ലെ. വിച്ച് മീൻസ് the wave function can be split into two parts, that is psi incident അല്ലെ psi 1 ആണ് ഇതിലെ, എന്തായാലും കുഴപ്പമില്ല. psi incident equal to psi incident plus which is the incident wave plus psi incident minus which is the reflected wave. ഇതാണ് psi incident plus, ഇതാണ് psi incident minus. അങ്ങനെ രണ്ട് വേവ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയും ചെയ്തു അല്ലെ. എന്ത് കണ്ടീഷൻ? as x tends to plus or minus infinity psi tends to 0 എന്നുള്ള കണ്ടീഷനും ആയി. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് നോട്ട് ചെയ്തോ, ഇക്വേഷൻസ് നോട്ട് ചെയ്യാം. ഇനി ഇവിടെ നമുക്കറിയാം psi ഇൻസിഡന്റ് പ്ലസ് സ്ക്വയർ
ഇവിടെ ഞാൻ ക്വാണ്ടിറ്റി ഇതാണ് സൈ ഇൻസിഡന്റ് പ്ലസ് സ്ക്വയർ, മോഡ് സൈ ഇൻസിഡന്റ് പ്ലസ് സ്ക്വയർ അല്ലെ, മോഡ് സ്ക്വയർ അല്ലെ, നമ്മൾ ആംപ്ലിറ്റ്യൂഡ് പഠിച്ചിട്ടില്ലേ അതുപോലെ. ഇത് ഈ ക്വാണ്ടിറ്റി എന്താ സൂചിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ഇൻസിഡന്റ് പാർട്ടിക്കിൾ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ഇൻസിഡന്റ് പാർട്ടിക്കിൾ അല്ലെ, വരുന്ന പാർട്ടിക്കിൾസിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ് സൈ ഐ പ്ലസ് എന്ന് പറയുന്നത് അല്ലെ. ഇനി വരുന്ന പാർട്ടിക്കിളിന്റെ ഇൻകമിംഗ് വേവിന്റെ വെലോസിറ്റി v1 പ്ലസ് ആണ്, vi പ്ലസ് ആണ്. ഇഫ് vi പ്ലസ് ഈസ് ദി വെലോസിറ്റി ഓഫ് ദി ഇൻകമിംഗ് പാർട്ടിക്കിൾ, ഓക്കെ, v1 പ്ലസ് നോക്കാം, കാരണം അത് റീജിയൻ 1-ലാണല്ലോ. v1 പ്ലസ്, ഇഫ് v1 പ്ലസ് ഈസ് ദി വെലോസിറ്റി ഓഫ് ദി ഇൻകമിംഗ് വേവ്, then flux of the particle that arrive at the barrier, flux of the particles that arrives at the barrier can be given by S incident equal to mod psi I plus square into v1 plus. Okay, flux എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് വേവ്സ് പെർ യൂണിറ്റ് ഏരിയ അല്ലെ. ഇവിടുന്ന് കുറെ പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. ഇത് ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇറ്റ് വിൽ ബി എ വേവ് ഗ്രൂപ്പ് അല്ലെ. അതിന്റെ ഫ്ലക്സ്, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് വേവ്സ് പെർ യൂണിറ്റ് ഏരിയ അല്ലെ. അതെങ്ങനെയാ കിട്ടുക? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, അപ്പം ഇൻസിഡന്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഫ്ലക്സ് ഓഫ് ദി ഇൻസിഡന്റ് പാർട്ടിക്കിൾ അല്ലെ, വരുന്ന പാർട്ടിക്കിൾസിന്റെ ഫ്ലക്സ് എത്രയാണ്? എസ് ഐ ഈക്വൽ ടു മോഡ് സൈ ഐ പ്ലസ് സ്ക്വയർ ഇൻറ്റു v1 പ്ലസ് എന്ന് വരും അല്ലെ. അത് കിട്ടി. ഇനി അതൊരു ഇക്വേഷൻ ആക്കി എഴുതിക്കാം. ഓക്കെ, എന്താണ് വെക്കാം? ഇത്രയാണ് റീജിയൻ 1-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി റീജിയൻ 1 പോലെ വരുന്ന ഒരു റീജിയനാണ് റീജിയൻ 3 എന്ന് പറയുന്നത് അല്ലെ. ഞാൻ പറഞ്ഞു ഇതിന്റെ രണ്ടിന്റെയും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇനി എന്ത് ചെയ്യാം? റീജിയൻ 3 കാണാം. റീജിയൻ 2 നമുക്ക് പിന്നെ കാണാം. അത് നോക്കാം. റീജിയൻ 3, റീജിയൻ 3ന്റെ കേസിൽ എങ്ങനെയാണ്? ഇവിടെ പൊട്ടൻഷ്യൽ എന്താണ്? 0 ആണ് അല്ലെ. പൊട്ടൻഷ്യൽ 0 ആണ്. വേവ് ഫംഗ്ഷൻ psi 3 ആണ്. അതുകൊണ്ട് ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ ബിക്കംസ് d square psi 3 by dx square plus 2m by h cross square into e minus v psi എന്നല്ലേ. അത് ഈ v 0 ആണ്. അതുകൊണ്ട് ഈ psi 3 equal to 0 എന്ന് എഴുതാം അല്ലേ. Again making the same substitution, that is d by dx equal to capital D and 2me by h cross square equal to k square. ഞാൻ നേരത്തെ k1 എന്നാണ് എഴുതിയത് അതോ k എന്നാണ് എഴുതിയത്? റീജിയൻ 1ന്റെ കേസിൽ നിങ്ങൾ k1 എന്നാ കേട്ടോ. ഞാൻ എങ്ങനെ ആക്കി എനിക്ക് ഓർമ്മയില്ല. റീജിയൻ 1ന്റെ കേസിൽ ഈ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ 2me by h cross square, അത് k1 സ്ക്വയർ എന്നാക്കണേ. അതെങ്ങനെ ആക്കി? ഇതും k1 സ്ക്വയർ ആക്കും. കാരണം നമുക്കറിയാം ഈ മീഡിയത്തിന്റെയും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ്. ഓക്കെ, അതുകൊണ്ട് മേക്കിംഗ് ദാറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഐ വിൽ ഗെറ്റ് d സ്ക്വയർ psi 3 plus k1 സ്ക്വയർ psi 3 ഈക്വൽ ടു 0. സെയിം ഇക്വേഷനാ അല്ലെ. അപ്പൊ എന്ത് കിട്ടും? d സ്ക്വയർ പ്ലസ് k1 സ്ക്വയർ ഇൻറ്റു psi 3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് d സ്ക്വയർ പ്ലസ് k1 സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. d സ്ക്വയർ ഈക്വൽ ടു മൈനസ് k1 സ്ക്വയർ എന്ന് കിട്ടും. d ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i k1 എന്ന് കിട്ടും. സെയിം അല്ലേ? റീജിയൻ 3ന്റെ കേസിലും സെയിം ആയിട്ട് എന്താണ്? d ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i k1 എന്ന് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ എന്താണ്? psi 3 ഈക്വൽ ടു എന്ത് കിട്ടും? ഞാൻ ഇതിനകത്ത് എ ബി എൽ ഇട്ടെ. ഇനി സി ഡി നമുക്ക് ഇതിന് വെക്കാം, റിസർവ് ചെയ്ത് വെക്കാം. ഇവിടെ എഫ് ജി ആയിക്കോട്ടെ. എഫ് ഇ റൈസ് ടു ഐ കെ 1 എക്സ് പ്ലസ് ജി ഇ റൈസ് ടു മൈനസ് ഐ കെ 1 എക്സ്. ഇവിടെ ക്ലിയർ ആണല്ലോ അല്ലെ. psi 3 ഈക്വൽ ടു എഫ് ഇ റൈസ് ടു ഐ കെ 1 എക്സ് പ്ലസ് ജി ഇ റൈസ് ടു മൈനസ് ഐ കെ 1 എക്സ് അല്ലെ. ഒന്ന് ഐ കെ 1 ഒന്നും മൈനസ് ഐ കെ 1 അല്ലേ. ഇനി ഇവിടെയും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ നിങ്ങൾ സൂക്ഷ്മമായി നോക്കണ്ട, ഒബ്സർവ് ചെയ്യണം കാര്യങ്ങൾ. ഇവിടെ റീജിയൻ 1 പാർട്ടിക്കിൾ വന്ന് ഇടിച്ച് തിരിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് there will be a possibility of incident wave as well as reflected wave. Whereas in region 3 there is no barrier. Once if somehow the particle reaches here, ആ പാർട്ടിക്കിൾ എങ്ങനെയെങ്കിലും ഇവിടെ വന്നു എന്ന് കരുതുക.
We are supposing that case because we don't know if it is sure or not. അതിങ്ങനെ വരുമോ ഇല്ലേ നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് if this particle comes here, then it will be going this way. അതങ്ങനെ പോവുകയേ ചെയ്യുള്ളൂ അല്ലേ. There will be only transmitted wave. There will not be any reflected wave like that അല്ലേ. പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വേവ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇങ്ങോട്ട് പോകുന്നൊരു വേവ് ഇല്ല അല്ലെ. അപ്പൊ ഇതിനകത്ത് ഒരു ടേം ഇൻവാലിഡ് ആണ് അല്ലെ. ഇനി അത് ഏത് ടേമാ വരിക? സ്വാഭാവികം ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടാ പോവാ, പോസിറ്റീവ് ഡയറക്ഷനിലാണ് പോവാ. അപ്പൊ FE⁻IK1x എന്ന് പറഞ്ഞ ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. GE⁻−IK1x is invalid. ഇനി അതിന്റെ റീസണും കൂടെ എഴുതണം. എങ്ങനെ എഴുതണം? ഇൻ റീജിയൻ 3 there is no reflected wave, there will be only transmitted wave അല്ലെ. And as x tends to plus minus infinity, എവിടുന്നാ വരുന്നത് വേവ്? ഈ പാർട്ടിക്കിൾ ഇവിടുന്നല്ലേ വരുന്നത്. അപ്പം ഇത് മൈനസ് ഇൻഫിനിറ്റി, ഇവിടുന്ന് അങ്ങോട്ടല്ലേ പോണേ. അപ്പൊ ഈ ഇവിടുന്ന് അല്ലെ ഈ ഭാഗത്തേക്ക് എന്താണ്? x tends to minus infinity. And as x tends to minus infinity, this term FE⁻IK1 into minus infinity എന്ന് പറഞ്ഞാൽ this term becomes 0 and therefore that will be the valid part of the wave function and this will be invalid അല്ലേ. അത് വാലിഡ് അല്ല. അതുകൊണ്ട് ആ എക്സ്പ്ലനേഷൻസ് ഒക്കെ അതിന്റെ ഇടയിൽ എഴുതിക്കൊണ്ട് you have to write psi3 equal to FE⁻IK1x അല്ലേ. psi3 equal to FE⁻IK1x എന്ന് വരും അല്ലേ. ആൻഡ് നമ്മൾ ഇൻസിഡന്റ് വേവിന്റെ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്തു അല്ലെ. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി അല്ലെ. ഇവിടെ ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി v3 ആണ് വരുന്നത് അല്ലെ. ഇവിടെ നമ്മൾ വെലോസിറ്റി v1 അല്ലേ പറഞ്ഞേ, v1 പ്ലസ് ആ അല്ലെ. അതുപോലെ ഇവിടെ നമ്മൾ അതിന്റെ പാർട്ടിക്കിൾ v3 പ്ലസ് ആണ് എഴുതുക. ഓക്കെ. therefore the flux of transmitted particle S incident നമ്മൾ എഴുതിയില്ലേ, അതുപോലെ flux of transmitted particles will be probability density into velocity അല്ലെ. flux of transmitted particles will be equal to mod psi3 square into v3 plus എന്ന് വരും. നേരത്തെ ചെയ്യുന്നതായിരുന്നു mod psi I plus into v1 plus mod psi I plus square into v1 plus എന്നായിരുന്നു. അതുപോലെ ട്രാൻസ്മിറ്റഡ് പാർട്ടിക്കിൾസിന്റെ ഫ്ലക്സ് വിൽ ബി ദിസ് മച്ച് അല്ലെ. ഇനി ഇതിനകത്ത് നമുക്ക് എന്താ കാണണം? ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി കാണണം. എന്താണ് ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി? അപ്പൊ എഴുതാം therefore the transmission probability which is represented by T is given by എന്താ ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി പറഞ്ഞാൽ എത്രത്തോളം ട്രാൻസ്മിറ്റ് പോയി, വന്നതിൽ നിന്നും എത്രത്തോളം ട്രാൻസ്മിറ്റ് ചെയ്ത് പോയി. ഞാൻ എപ്പോഴും പറയാം നമ്മൾ മാർക്ക് കൂട്ടുന്ന പോലെ. ഇപ്പം 10 നമുക്ക് 8 മാർക്ക് കിട്ടിയ എങ്ങനെ ചെയ്താൽ 8/10 ടോട്ടൽ എത്രയാണ്? 10. അപ്പൊ ടോട്ടൽ വന്നവർ എത്രയാണ്? ഇൻസിഡന്റ് വേവ് അല്ലെ. അപ്പൊ ഇനി എഴുതാം ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് ഫ്ലക്സ് by transmitted flux അല്ലെ. ഇൻസിഡന്റ് ഫ്ലക്സ് by transmitted flux that is T equal to എങ്ങനെ വരും? ട്രാൻസ്മിറ്റഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ട്രാൻസ്മിറ്റഡ് ഫ്ലക്സ് തൊട്ട് മുമ്പ് എഴുതിയത് psi3 plus square into v3 plus divided by ഇൻസിഡന്റ് ഫ്ലക്സ് എന്തായിരുന്നു? psi I plus square into v1 plus അല്ലെ. ഇനിയും പ്രത്യേകം ഓർമ്മിക്കാനുള്ളത് ഒരു കാര്യം, നമ്മൾ റീജിയൻ 1ഉം 3ഉം ഏകദേശം ഒരേ പ്രോപ്പർട്ടിയാണ് മീഡിയത്തിന് അല്ലെ. ആൻഡ് ദീസ് ടു റീജിയൻസ് ആർ റെപ്രസെന്റ് ദി വേവ് ഫംഗ്ഷൻ ഓഫ് സെയിം പാർട്ടിക്കിൾ. ഈ ഒരു പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ ആണ് ഇവിടെയൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസും സെയിം ആയതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് v3 equal to v1 അല്ലെ. ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ മീഡിയം 1 can be taken as equal to the velocity of particle in medium 3. മീഡിയം 1ലും മീഡിയം 3ലും വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് ടേക്കിംഗ് v3 plus equal to v1 plus I'll get transmission coefficient equal to mod psi3 plus square by mod psi I plus square അല്ലേ. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ psi3 plus എന്താണ് psi a plus എന്താണെന്നൊക്കെ അറിയാലോ. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ T equal to എന്താ മോഡ് സൈ എന്ന് പറഞ്ഞാല് psi star psi അല്ലേ. psi3 plus star psi3 plus divided by psi a plus square എന്ന് പറഞ്ഞാലോ മോഡ് psi a square എന്ന് പറഞ്ഞാലോ psi I plus star psi I plus. മറന്നിട്ടില്ലല്ലോ. മോഡ് psi square എന്ന് പറഞ്ഞാൽ psi star psi ആണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അല്ലേ. മോഡ് psi square psi star psi നോർമലൈസേഷൻ
ഇങ്ങനെ കിട്ടും അല്ലെ. ഇനി ψ3 എന്തായിരുന്നു, മറന്നിട്ടില്ലല്ലോ. ψ3 എന്തായിരുന്നു, FeIK1x ആയിരുന്നു അല്ലെ. ψi+ എന്തായിരുന്നു, AeIK1x ആയിരുന്നു അല്ലെ. ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കാം അല്ലെ. ψi+ ഇതായിരുന്നു, ψ3 ഇതായിരുന്നു അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T = ψ3 സ്റ്റാർ. ψ3 ഇതല്ലേ, അതിന്റെ കോൺജുഗേറ്റ്. അപ്പൊ എന്താവും, Fe−IK1x ഇൻറ്റു ψ3 പറഞ്ഞാല് FeIK1x ഡിവൈഡഡ് ബൈ ψi+ സ്റ്റാർ ψi+ വരും. ψi+ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺജുഗേറ്റ് AE−IK1x ഇൻറ്റു സോറി ഇവിടെ ഒരു F സ്റ്റാറും കൂടെ ഉണ്ട് അല്ലെ. എഫും എയും കോംപ്ലക്സ് ആണോ നമുക്ക് അറിയില്ലല്ലോ, ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിലും. AIK1x എന്ന് വരും. E−IK1x ഇൻറ്റു EIK1x എന്താവും, 0. അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളയാം, എന്തും ചെയ്യാം. ഓക്കെ, അപ്പം വിൽ ഗെറ്റ് ദ ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി ഈക്വൽ ടു F star F by A star A അല്ലേ. ഇങ്ങനെ എഴുതാം ആണല്ലോ ഇത്. ദിസ് ഈസ് ദി ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി. അതായത് എന്താ ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി എന്നാൽ, ഈ പാർട്ടിക്കിള് ഈ ബാരിയർ താണ്ടി ട്രാൻസ്മിറ്റ് ചെയ്ത് ഇങ്ങനെയോ എങ്ങനെയെങ്കിലും ഇവിടെ വരാനുള്ള പ്രോബബിലിറ്റി ആണ് ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി. അതിന്റെ വാല്യൂ എത്രയാണ്, F star F by A star A. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ്ട്, ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടിയാൽ there is a probability of finding the particle here. ആ പാർട്ടിക്കിൾ ഈ ബാരിയർ തുളച്ചിട്ടോ മറിഞ്ഞു വന്നിട്ടോ ഇവിടെ എത്താനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട് എന്നർത്ഥം. ക്ലിയർ ആണല്ലോ. ആ പ്രോബബിലിറ്റി നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.